ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാനിന്ന് നിങ്ങൾക്ക് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാം കേട്ടോ. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ ഇന്നു മുതൽ ചൊല്ലി തുടങ്ങിക്കോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ഈശോ നമുക്ക് സാധിച്ചു തരും. ഇന്ന് രാവിലെ ഒരു മോൾ എനിക്ക് വാട്സപ്പിൽ കരഞ്ഞുകൊണ്ട് അയച്ച ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി അയച്ച മെസ്സേജായിരുന്നു. അത് കേട്ട് ശരിക്കും ഞാനും കരഞ്ഞുപോയി അവളോടൊപ്പം ഇരുന്ന്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തിട്ടാണ് കേട്ടോ എൻ്റെ കണ്ണു നിറഞ്ഞത്. എത്ര വർഷങ്ങളായിരുന്നോ സ്വന്തം സഹോദരൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആ മകള് പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്കൊക്കെ വന്ന് എന്നോട് സങ്കടം പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്നിട്ട് എന്നോട് പറയാറുണ്ട്, ചേച്ചി എന്തു പ്രാർത്ഥനയുണ്ടെങ്കിലും എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ പ്രാർത്ഥിക്കാം, എന്തു വേണേലും ഞാൻ പ്രാർത്ഥിക്കാം, എത്ര ത്യാഗം സഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ സഹോദരൻ ഒന്ന് മാനസാന്തരപ്പെട്ട് കാണണം, അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കാം. അതുപോലെ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണേ. എങ്കിലും പ്രത്യാശ കൈവിടാതെ അവളിങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കൂടപ്പിറപ്പിൻ്റെ കുടുംബത്തെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ അവൾ പ്രാർത്ഥനയിലൂടെ എടുത്ത എഫേർട്ട് ചില്ലറയൊന്നും അല്ലായിരുന്നു. ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം അവൾ എന്താ ചെയ്തേന്നോ? തൻ്റെ സഹോദരനായി അവൾ അന്നത്തെ ദിവസം 33 തിരുഹൃദയ ജപമാല കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഓരോ ജപമാലയിലൂടെയും സഹോദരനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മകനെ ഈശോ തൻ്റെ തിരുഹൃദയത്തിൽ ചേർത്തിരുത്തി. അവനെ തൊട്ടു, മനസ്സിന് സൗഖ്യം കൊടുത്തു, പാപബോധവും പശ്ചാത്താപവും നൽകി ഒരു പുതിയ മനുഷ്യനാക്കി അവനെ മാറ്റി. നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ കുടുംബജീവിതം അവന് തിരിച്ചു കിട്ടി. നോക്കിക്കേ, അവനൊരു ധ്യാനത്തിന് പോയില്ല, ഒരച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയില്ല. അങ്ങ് അകലെയിരുന്ന് പ്രിയപ്പെട്ട തൻ്റെ സഹോദരി ആ കൂടപ്പിറപ്പിനായി നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട് ഈശോയ്ക്ക് ഇറങ്ങി വരാതിരിക്കാനായില്ല. മോനിക്ക പുണ്യവതിയെക്കുറിച്ച് നമുക്കറിയാം. 1-2 വർഷമാണോ? നീണ്ട 33 വർഷങ്ങളാണ് മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആ പാവം അമ്മ പ്രാർത്ഥിച്ചത്. എന്നിട്ട് ഫലം എന്തായിരുന്നു? അവസാനം എന്താ സംഭവിച്ചേ? പ്രാർത്ഥിച്ച് ആ അമ്മയും മകനും വിശുദ്ധരായി മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുക, പ്രാർത്ഥനകളൊന്നും ഒരിക്കലും വെറുതെയാകില്ല കേട്ടോ. സമയമെടുത്താലും ഈശോ തരുമ്പോഴേ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത അനുഗ്രഹങ്ങളായിരിക്കും അവിടുന്ന് ഒരുക്കി വെച്ച് നിങ്ങൾക്ക് തരുന്നത്. ക്ഷമയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഞാനിന്ന് പങ്കുവയ്ക്കുന്ന ഈ പ്രാർത്ഥനയും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഒരപേക്ഷ പ്രാർത്ഥനയാണ്. നമ്മുടെ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. പണ്ടുകാലം മുതലേ വിശ്വാസികളൊക്കെ പ്രാർത്ഥിച്ചു വരുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഒരു ജപമാണിത്. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. മിശിഹാ കർത്താവേ, അങ്ങേ തിരുഹൃദയത്തിൽ എൻ്റെ ഈ നിങ്ങളുടെ നിയോഗങ്ങളെ മൗനമായി സമർപ്പിക്കുക. നിയോഗത്തെ ഞാൻ കാഴ്ചവെക്കുന്നു. എന്നെ അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ തിരുവിഷ്ടപ്രകാരം പ്രവർത്തിക്കണമേ. അതെന്തെന്ന് അങ്ങേ തിരുഹൃദയം തീരുമാനിക്കട്ടെ. തിരുഹൃദയത്തെ മാത്രം ഞാൻ കരുതുന്നു. തിരുഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തിരുഹൃദയത്തിൻ്റെ കരുണയ്ക്ക് എന്നെ തന്നെ ഞാൻ വിട്ടുകൊള്ളുന്നു. മിശിഹാ കർത്താവേ, എന്നെ തോൽപ്പിക്കല്ലേ. വളരെ നാൾ ഞാൻ അപേക്ഷിച്ചു, എങ്കിലും ഓ മിശിഹായുടെ തിരുഹൃദയമേ, വീണ്ടും ഞാൻ എൻ്റെ അപേക്ഷയെ തുടരുന്നു. ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി അങ്ങയുടെ നിത്യപിതാവിനോട് ഒരു വലിയ അനുഗ്രഹത്തിനായി അങ്ങ് മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ തകർന്നതും രക്തമൊഴുകുന്നതുമായ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ ഇതിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേ വിലയേറിയ തിരുരക്തം കൊണ്ട് അരുണവർണമായ മേൽവസ്ത്രത്താൽ ആവൃതനായിരിക്കുമ്പോൾ നിത്യപിതാവിന് എൻ്റെ പ്രാർത്ഥനയെ അല്ല, പിന്നെയോ അങ്ങയുടെ പ്രാർത്ഥനയെ കേൾക്കാതെ തള്ളിക്കളയുവാൻ നിവർത്തിയില്ല. ആമേൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പ്രാർത്ഥന. കൊച്ചു പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ, നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു 33 ദിവസം പ്രാർത്ഥിച്ച് ഈശോ ഇടപെടാതിരിക്കത്തില്ല. നമ്മുടെ കണ്ണീര് അവിടുന്ന് കാണാതിരിക്കത്തില്ല. ഉത്തരം തരും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.